നമസ്കാരം. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊല കേസിലെ പ്രതികളായ 5 പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്ന CBI പ്രത്യേക കോടതി കണ്ടെത്തുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ ഒരമ്മയുണ്ട്. ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി അമ്മയുടെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 13 വർഷത്തിന് ശേഷമാണ് അന്ന് ആ വിധി. പ്രഭാവതി അമ്മ അന്ന് വിധി കേട്ടപാട് പൊട്ടിക്കരഞ്ഞു. നീതി കിട്ടിയെന്ന് ഉറക്കെ പറഞ്ഞു. ഈ അമ്മയെ നിരാശപ്പെടുത്തുന്നതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി. നഗരത്തിലെ പാർക്കിൽ നിന്ന് മോഷണക്കേസ് പ്രതിയോടൊപ്പം കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ തുടയിലെ രക്തധമനികൾ പൊട്ടി 2005 സെപ്റ്റംബർ 27 രാത്രി 10:30 മരിച്ചത്. കേരളത്തെ ഇളക്കിമറിച്ച കൊലക്കേസായി അത് മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2008 ഓഗസ്റ്റിലാണ് CBI കേസ് ഏറ്റെടുക്കുന്നത്. CBIയുടെ അന്വേഷണം വിചാരണ കോടതി ശരിവച്ചു. അങ്ങനെയാണ് വിധി വന്നത്. ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ ആ അമ്മ നിരാശയിലാണ്. എന്നെ കൂടി കൊന്നു കളയൂ, ഇതാണ് ഇന്ന് ആ അമ്മ പറയുന്നത്. ഉറപ്പായും ഹൈക്കോടതി വിധിക്കെതിരെ ഈ അമ്മ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തും. എൻ്റെ മകന് നീതി കിട്ടി. ഒരു മക്കൾക്കും ഇനി ഇതുപോലെയൊരു അവസ്ഥ വരരുത്. അവർക്ക് കിട്ടിയത് ഉചിതമായ വിധി. ഞാൻ വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത്. വിചാരണ കോടതിയുടെ വിധി വരുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ പ്രഭാവതി അമ്മ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു. അതിന് 13 വർഷം മുൻപ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മകൻ ഉദയകുമാറിനെ പോലീസ് ഉരുട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം നീതിക്ക് വേണ്ടി ഈ അമ്മ ഒറ്റയ്ക്ക് നടന്ന കനൽ വഴിയോളം ഇല്ല ഒന്നും എന്ന വിലയിരുത്തലുകൾ സജീവമായി. പിഞ്ചിയ വെള്ളസാരിയും ഉടുത്ത കയ്യിലൊരു കുടയുമായി സഹോദരൻ മോഹനന്റെ കൈ പിടിച്ച് പ്രഭാവതി അമ്മ കോടതി മുറ്റത്തെത്തുമായിരുന്നു. ആ വിചാരണ കാലത്തെല്ലാം നമ്മൾ കണ്ടതാണ് വാർത്താ ചാനലുകളിലൂടെയെല്ലാം തന്നെ. ഇനിയൊരു അമ്മയ്ക്കും എൻ്റെ ഗതി ഉണ്ടാകരുത്. നീതിക്കായി ഒരുപാട് അലഞ്ഞു. ഒരു ഓണത്തിനാണ് മകനെ പിടിച്ചത്. ഈ ഓണത്തിന് മുൻപേ അവർക്ക് ശിക്ഷ കിട്ടി. ഇതൊരു പാഠമാകണം. ഞാൻ കരയില്ല. വാർദ്ധക്യം ബാധിച്ച ആ കണ്ണുകളിൽ തെളിഞ്ഞു കത്തിയത് വിജയത്തിൻ്റെ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു. മകനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടിയിട്ടേ അമ്പലത്തിൽ ഇനി പോവുകയുള്ളൂ എന്ന് പോലും ശപഥം ചെയ്ത അമ്മ നടത്തിയ നിയമയുദ്ധമാണ് വിചാരണ കോടതിയിൽ ജയിച്ചത്. പക്ഷേ ഹൈക്കോടതിയിൽ വിധി മറിച്ചാവുകയും ചെയ്തു. പ്രഭാവതി അമ്മയുടെ ഏക മകനായിരുന്നു ഉദയകുമാർ. മകന് 1 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. വീട്ടുജോലിക്ക് പോയാണ് മകനെ വളർത്തിയത്. കേസിൽ പ്രധാന സാക്ഷി വരെ കൂറുമാറി. കേസ് അട്ടിമറിക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമമുണ്ടായി. പലതവണ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയി. ചുളിവ് വീണ വിറയാർന്ന ശരീരത്തിലെ മരവിക്കാത്ത മനസ്സുമായി മുൻപോട്ട് പോയി അവർ. അങ്ങനെ CBIയും അന്വേഷണത്തിനെത്തി. ഈ CBIക്കുണ്ടായ വീഴ്ചകളാണ് വിധി റദ്ദാക്കാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് പ്രഭാവതി അമ്മ പ്രതീക്ഷിക്കാത്ത വിധിയായി മാറുകയാണ്. കേസൊക്കെ നടത്താൻ ആളുണ്ടോ? കേട്ടാൽ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഈ ചോദ്യവുമായി ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി അമ്മയുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ദുർബലയായ ഒരു അമ്മ ഏതറ്റം വരെ പോകുമെന്നറിയാനുള്ള തന്ത്രമായിരുന്നു ആ ചോദ്യം. ഉദ്യോഗസ്ഥനെ പറഞ്ഞുവിട്ടതാകട്ടെ കേസിലെ മുഖ്യപ്രതികളും. ആരും സഹായിക്കാനില്ല എന്ന് പ്രഭാവതി അമ്മ മറുപടി പറഞ്ഞു. പാവങ്ങളായതിനാൽ കേസിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകില്ല എന്ന് മുഖ്യപ്രതികളെ അറിയിച്ചതും ഈ ഉദ്യോഗസ്ഥൻ തന്നെ. ഇത് കേട്ട പ്രതികളുടെ കണക്കുകൂട്ടലുകൾ വിചാരണ കോടതിയിൽ പിഴച്ചതായിരുന്നു പിന്നീടുള്ള ചരിത്രം. പണവും സ്വാധീനവും ഇല്ലാത്തവർക്കും നീതി ലഭ്യമാകുമെന്ന തത്വം വിജയിക്കുന്ന തരത്തിലായിരുന്നു വിചാരണ കോടതിയിലെ വിധി വരെയുള്ള സംഭവങ്ങൾ. CBIയെ അന്വേഷണത്തിനെത്തിച്ചതടക്കം ഈ അമ്മയുടെ പോരാട്ട മികവായിരുന്നു. സഹോദരൻ മോഹനൻ കൂലിപ്പണിയെടുക്കുന്ന തൊട്ടടുത്തുള്ള ചാല മാർക്കറ്റ് എവിടെയാണെന്ന് പോലും പ്രഭാവതി അമ്മയ്ക്ക് അറിയാത്ത കാലമുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പോയിട്ടില്ലാത്ത പ്രഭാവതി അമ്മ എറണാകുളത്ത് ഹൈക്കോടതിയിൽ വരെ പോയി. ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിച്ചു. മിക്ക ദിവസങ്ങളിലും മുറ്റത്തെ തുളസിത്തറയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ഒരു ഓട്ടോയിൽ യാത്ര തുടങ്ങും. കോടതി വരാന്തകളിൽ മണിക്കൂറുകൾ കാത്തുനിന്നു. അങ്ങനെയാണ് അന്വേഷണത്തിന് CBI എത്തിയത്. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആ കുടുംബത്തിന് CBI എത്തിയപ്പോൾ. എന്നാൽ അതേ CBIക്ക് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് ഇടുന്നത്.